ഹൗസ് ഹണ്ടിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. കാർത്തിമോനെയും കൺമണിയും കൊണ്ടും നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആബർട്സ്ഫോർഡിലാണ് നമ്മൾ ആദ്യം കുറേ വീഡിയോകൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ രണ്ടുപേരെ ഓഫുള്ള ദിവസം നോക്കിയിട്ട് നമ്മൾ നേരത്തെ തന്നെ 4-5 വീഡിയോകൾ ഒരുമിച്ച് സ്കെഡ്യൂൾ ചെയ്യും കാണാനായിട്ട്. നമ്മളുടെ റിയാൽറ്റർ സുധീർ നായരായിരുന്നു. സുധീരേട്ടൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ബുക്ക് ചെയ്ത് വെക്കും തലേന്നത്തേന്. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ പോയി ഇങ്ങനെ വീഡിയോകൾ കാണും. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓരോ വീടുകളിലും പുതിയ പുതിയ വീടുകളിൽ കയറി ഇറങ്ങി നമ്മളിങ്ങനെ പല പല സ്ഥലങ്ങളല്ലേ, അപ്പോൾ അത് കാരണം നല്ല പാടായിരുന്നു. പക്ഷേ കൺമണിക്ക് ഇങ്ങനെ പല വീടുകളിലും പോകുമ്പോൾ ഇറങ്ങി ഓടാനും പിന്നെ ചിലയിടത്ത് ടെനൻസ് ആയിരിക്കും താമസിക്കുന്നത്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡയപ്പർ ചേഞ്ചും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചിലയിടത്തൊന്നും അവൾ ഇറങ്ങത്തില്ല, കരച്ചിൽ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ ചില സമയത്തൊക്കെ പോകുമ്പം എന്താ പറയുക, കൊണ്ടുപോകാറില്ല ഇവരെ, ആക്കിയിട്ടൊക്കെ നമ്മൾ പോകാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് മുഴുവൻ ഇതുപോലുള്ള വീടുകളാട്ടോ. ലാംഗ്ലിയിലും ബർണബിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി. ആബർട്സ്ഫോർഡിൽ ആബർട്സ്ഫോർഡ് വെസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി. പിന്നെ ചില്ലിവാക്കിൽ കുറേ വീടുകൾ നോക്കി. ഇങ്ങനെ പലയിടത്തും നോക്കി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ ഇനിയിപ്പോൾ ഞാനിങ്ങനെ പല പല പാട്ടിൽ എന്നും ഹൗസ് ഹണ്ടിങ് ഇടുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ കുട്ടികളുള്ളപ്പോൾ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണത്. പിന്നെ നമുക്ക് നാട്ടിൽ അവരെ കൊണ്ടുപോയി വിട്ടിട്ട് വന്ന ശേഷം ഉള്ള വീഡിയോ ആണ് ഇത്. ഇതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്തു. നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പം വീട് കാണാനൊക്കെ പോകാൻ ഇറക്കങ്ങളും ആൻറ്റിയും വരുന്നുണ്ടായിരുന്നു. കാരണം അവരിവിടെ കുറേ വർഷമായിട്ടുള്ളതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇതിൽ എന്ത് കാര്യത്തിനും ഇവിടെ നമുക്ക് നാട്ടിൽ പേരൻസ് ഉള്ള പോലെയാണ് അവരിവിടെ എനിക്ക്. അപ്പോൾ എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട് കാണാൻ വന്നപ്പോഴും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കണമല്ലോ. അങ്ങനെ അവരും കാണാനൊക്കെ വരാറുണ്ടായിരുന്നു. ഈ ദിവസം എനിക്ക് പിന്നെ BLSൽ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പോകണമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതിനും പോയി. പിന്നെ 2-3 വീടൊക്കെ ഒരുമിച്ച് കണ്ടതിന് ശേഷം അങ്കിളും ആൻറ്റിയും തിരിച്ചു പോയി. ഞങ്ങൾ പിന്നെ വീണ്ടും ബാക്കിയുള്ള അത് നമുക്ക് കാണണമെന്ന് എന്ന് വെച്ചാൽ കാണണം താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും അപ്പോയിൻമെൻ്റ് എടുത്തതിൻ്റെ പേരിൽ നമ്മൾ പോയി കണ്ട വീടുകളാട്ടോ. ഈ കണ്ട വീടുകളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷേ ഇതൊന്നും എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ലാംഗ്ലി ഏരിയയാണ്. ഇവിടെ നമ്മൾ 1-2 ടൗൺ ഹൗസുകൾ കണ്ടു. ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഒരു 5 തിങ്സിൽ 3 തിങ്സെങ്കിലും ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ ചിലതിനകത്ത് മിക്കതിലും അതൊന്നും വന്നില്ല. എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ വീട് കേട്ടോ, ഇതെനിക്ക് ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ വീട് കാണാൻ പിന്നെയും ഞങ്ങൾ പോയി. നമ്മളിങ്ങനെ ഈ വീടുകളെല്ലാം കണ്ടിട്ട് അതൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇതിനകത്ത് നമുക്ക് ഇന്ന് കണ്ടതിനകത്ത് ഈ വീട് ഇഷ്ടപ്പെട്ടു, അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ട ഒരു ടൗൺ ഹൗസ് ആയിരുന്നു ഇത് നമ്മൾ കണ്ടു. ഇൻസ്പെക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഓക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഇത് വാങ്ങാം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്നാക്സ് ആട്ടോ രണ്ടുപേരും കഴിക്കുന്നത്. കാരണം ഫുൾ അലച്ചിലാണ്, പല പല വീടുകൾ കാണാൻ പോക്കും വരവും പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും. അപ്പോൾ ഈ വീടിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ ടാറ്റ, ബൈ, സീ യു.